ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ശ്രീരാമ ഭഗവാന്റെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു. രാമായണം കഥ കേൾക്കാം. സചിത്ര രാമായണം എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് കെ മനോജ് കുമാർ. പ്രസിദ്ധീകരണം സിസോ പബ്ലിഷേഴ്സ്, തിരുവനന്തപുരം. ഓഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് കൃഷ്ണകുമാരി. ഇന്നത്തെ ഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി നമ്മുടെ ചാനലിൽ ആദ്യമായി എത്തുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിടുക. നിങ്ങളുടെ ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ നൽകി ഈ ചാനലിനെ സപ്പോർട്ട് കൂടി ചെയ്യുക. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഇതിനു മുൻപിൽ വായിച്ച ബാലകാണ്ഡം എല്ലാവരും കേട്ടിരിക്കുമെന്ന് കരുതട്ടെ. അത് കേൾക്കാത്തവരുണ്ടെങ്കിൽ എടുത്ത് കേൾക്കുക, താല്പര്യമുണ്ടെങ്കിൽ. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഓം ശ്രീരാമചന്ദ്രായ നമഃ. അയോധ്യാകാണ്ഡം. അഭിഷേക ചിന്ത. എല്ലാവിധ സൗകര്യത്തോടും കൂടി ഭരതശത്രുഘ്നന്മാർ കേകേയത്തിൽ താമസിച്ചു. അശ്വപതി രാജാവ് മരുമക്കളെ പുത്രതുല്യം സത്കരിച്ചു. എങ്കിലും ആ കുമാരന്മാർ വൃദ്ധനായ പിതാവിനെക്കുറിച്ച് ചിന്തിച്ച് ദുഃഖിതരായി. അയോധ്യയിലെ സ്ഥിതിയും മറ്റൊന്നായിരുന്നില്ല. ദശരഥനും ദൂരെ പോയിരിക്കുന്ന കുമാരന്മാരെക്കുറിച്ചുള്ള ചിന്തയിൽ മുഴുകിയിരുന്നു. 4 കൈകൾ പോലെയാണ് അദ്ദേഹത്തിന് പുത്രന്മാർ. രാവണനെ നിഗ്രഹിക്കുവാൻ വിഷ്ണു ഭഗവാൻ മനുഷ്യരൂപത്തിൽ പിറന്നതാണല്ലോ രാമചന്ദ്രൻ. കുമാരനാകട്ടെ ഇന്ദ്രൻ അദിതിയെ ശുശ്രൂഷിച്ച പോലെ കൗസല്യാദേവിയെ ആനന്ദിപ്പിച്ചു. രാമചന്ദ്രൻ വീരനും ഗുണങ്ങളിൽ പിതാവിനെ പോലെ കുറ്റമറ്റവനുമായിരുന്നു. എപ്പോഴും മൃദുവായി മാത്രമേ സംസാരിക്കൂ. ശത്രുക്കളോട് പോലും പകയില്ലാതെയാണ് കുമാരൻ പെരുമാറിയത്. ലോകൈക വീരനെങ്കിലും അല്പം പോലും അഹങ്കാരം ആ മഹാത്മാവിൽ തൊട്ടു തീണ്ടിയിട്ടില്ല. ഓരോ ദിവസം ചെല്ലുന്തോറും അസ്ത്ര അഭ്യാസത്തിൽ മികവ് വർദ്ധിച്ചുകൊണ്ടിരുന്നു. പ്രജകൾ കുമാരനെ അങ്ങേയറ്റം സ്നേഹിച്ചു. സമസ്ത ഗുണങ്ങളും ഒത്തുചേർന്ന രാമൻ്റെ പിതാവായതിൽ വൃദ്ധനായ ദശരഥ മഹാരാജാവ് വളരെയധികം സന്തോഷിച്ചു. താനിനി എത്ര കാലം ജീവിച്ചിരിക്കുമെന്ന ശങ്ക മഹാരാജാവിനെ അലട്ടിക്കൊണ്ടിരുന്നു. 4 പുത്രന്മാരെയും ഒരുപോലെ സ്നേഹിച്ചിരുന്നുവെങ്കിലും പ്രജാഹിത തത്പരനായ രാമനെ യുവരാജാവാക്കണമെന്ന് മഹാരാജാവ് ആഗ്രഹിച്ചിരുന്നു. രാമനെ രാജാവാക്കിയിട്ട് മരിച്ചാൽ മതിയായിരുന്നു എന്ന ചിന്ത ആ വൃദ്ധ ഹൃദയത്തെ അലട്ടി. എല്ലാ നന്മയുടെയും വിളനിലമായ രാമൻ ഭൂമി മുഴുവൻ ഭരിക്കുന്നത് കാണാൻ തനിക്ക് ഭാഗ്യമുണ്ടാവുകയില്ലേ? ആ പിതാവിൻ്റെ ചിന്ത അങ്ങനെ പോയി. രാമനെ യുവരാജാവാക്കാൻ വേണ്ട ഒരുക്കങ്ങൾ ആരംഭിക്കാൻ ദശരഥൻ തീർച്ചയാക്കി. അദ്ദേഹം പ്രധാനപ്പെട്ട രാജാക്കന്മാരെ എല്ലാം വിളിച്ചു വരുത്തി. തിരക്കിനിടയിൽ കേകേയ രാജാവിനെയും മിഥിലാധിപനെയും ക്ഷണിക്കാൻ മറന്നുപോയി. അവർക്ക് ഏറെ സന്തോഷം നൽകുന്ന കാര്യമായതുകൊണ്ട് അതൊരു വലിയ തെറ്റായി അദ്ദേഹം കരുതിയതുമില്ല. അത്യധികം സന്തോഷമുണ്ടാക്കുന്ന ഈ വാർത്ത പിന്നീട് കേൾക്കുമ്പോൾ അവർ രോമാഞ്ചമണിയും. ദശരഥൻ സമാധാനിച്ചു. രാജാക്കന്മാരെല്ലാം എത്തിച്ചേർന്നു. അവരെ വേണ്ട വിധം സൽക്കരിച്ചു. ദേവന്മാരാൽ ചുറ്റപ്പെട്ട ഇന്ദ്രനെ പോലെ ദശരഥൻ സഭയിൽ ശോഭിച്ചു. എല്ലാവർക്കും സന്തോഷം തോന്നുന്ന വാക്കുകൾ ദശരഥ മഹാരാജാവ് സഭയിൽ പറഞ്ഞു. എൻ്റെ മുൻഗാമികൾ പരിപാലിച്ച ഈ വിസ്തൃതമായ രാജ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് നന്നായി അറിയാം. ഈ നാടിനെ പൂർവാധികം ഐശ്വര്യസമൃദ്ധമാക്കണമെന്ന് എനിക്കാഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് വയസ്സേറെയായി. അല്പകാലം വിശ്രമിക്കുവാൻ ആഗ്രഹമുണ്ട്. ഭരണ ചുമതല മകനെ ഏൽപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നു. അതിന് ഇവിടുത്തെ മന്ത്രിമാരും ബ്രാഹ്മണരും സമ്മതം തന്നിട്ടുമുണ്ട്. എല്ലാ നിലയിലും എനിക്കൊത്തവനാണ് എൻ്റെ സീമന്തപുത്രൻ രാമൻ. രാമനെ യുവരാജാവാക്കി ഭരണത്തിൽ നിന്ന് മാറി നിൽക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.
നിങ്ങൾ ആലോചിച്ച് ഇതേക്കുറിച്ച് അഭിപ്രായം പറയുക. സഭാവാസികൾ ഒന്നടങ്കം അതിന് ഉത്സാഹപൂർവം സമ്മതം നൽകി. അവർക്ക് അതിന് പല ന്യായങ്ങളും ഉണ്ടായിരുന്നു. രാജാക്കന്മാർ കുമാരൻ്റെ ഗുണവൈശിഷ്ട്യത്തെ വാനോളം പുകഴ്ത്തി. സന്തോഷവാനായ ദശരഥ മഹാരാജാവ് രാമാഭിഷേകത്തിന് വേണ്ട ഒരുക്കങ്ങൾ നടത്താൻ കൽപ്പിച്ചു. വസിഷ്ഠ വാമദേവന്മാരെ അതിനുള്ള മുഴുവൻ ചുമതലയും ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ ജനാവലിയിൽ നിന്ന് വലിയൊരു ആരവം തന്നെ ഉണ്ടായി. പുണ്യമായ ചൈത്രമാസത്തിൽ രാജ്യാഭിഷേകം നടത്തണം. ലോഹങ്ങൾ, നവരത്നങ്ങൾ, ഔഷധങ്ങൾ, പൂജാദ്രവ്യങ്ങൾ, മാലകൾ തുടങ്ങിയവ അഗ്നിശാലയിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങി. നെയ്യും തേനും നിറച്ച പാത്രങ്ങൾ, ആയുധങ്ങൾ നിറച്ച പള്ളിത്തേര്, ചതുരംഗപ്പട, ഗജവീരന്മാർ, തങ്കക്കുടങ്ങൾ, സ്വർണം കൊണ്ട് കൊമ്പ് കെട്ടിയ കാള, ഇങ്ങനെ യാഗത്തിനു വേണ്ട എല്ലാ വസ്തുക്കളും ഒരുക്കി തുടങ്ങി. നഗരത്തിലെ ഗോപുരങ്ങളും പ്രവേശന ദ്വാരങ്ങളിലും മാലകളും ചാർത്തി അലങ്കാരപ്പണികൾ നടത്തി. ആയിരക്കണക്കിന് ബ്രാഹ്മണന്മാർക്ക് വയറു നിറയെ ഭക്ഷണം കൊടുത്തു. അതിനു പുറമെ കൈ നിറയെ ദക്ഷിണയും നൽകി. കൊട്ടാരത്തിൻ്റെ 2ാം മതിൽക്കെട്ടിനകത്ത് വാദ്യക്കാരും നർത്തകികളും നിരന്നു. കൊട്ടാരമുറ്റത്ത് ഉത്സവത്തിൻ്റെ പ്രതീതി നിറഞ്ഞു നിന്നു. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം രാമനെ ആനയിക്കുവാൻ സുമന്ത്രരെ മഹാരാജാവ് നിയോഗിച്ചു. ശ്രീരാമദേവനെ മനോഹരമായ രഥത്തിൽ ഏറ്റി സുമന്ത്രർ രാജസദസ്സിലെത്തിച്ചു. എല്ലാ നാടുകളിൽ നിന്നുമുള്ള രാജാക്കന്മാർ ദശരഥൻ്റെ സദസ്സിൽ സന്നിഹിതരായിരുന്നു. മകൻ്റെ വരവ് ദൂരെ നിന്നു തന്നെ ആ പിതാവ് വിടർന്ന മിഴികളോടെ നോക്കിക്കണ്ടു. ഗന്ധർവ സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന മുഖം, നീണ്ടു മുട്ടോളം എത്തിയ കൈകൾ, പൂർണ്ണചന്ദ്രൻ്റെ ശോഭ, കാണുന്ന മാത്രയിൽ തന്നെ ആർക്കും സന്തോഷം തോന്നിക്കുന്ന മുഖശ്രീ. എത്ര നോക്കിയിട്ടും മഹാരാജാവിന് മതി വന്നില്ല. കുമാരൻ രഥത്തിൽ നിന്നിറങ്ങി കൈലാസപർവ്വതം പോലെ പ്രശോഭിക്കുന്ന കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു. രാമൻ നേരെ ചെന്ന് പിതാവിൻ്റെ പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചു. സന്തോഷാധിക്യത്താൽ മകനെ പിടിച്ചെഴുന്നേൽപ്പിച്ച ദശരഥൻ മാറോടണച്ചു. അലങ്കരിച്ച് മനോഹരമാക്കിയ ഇരിപ്പിടത്തിലേക്ക് രാമനെ ആനയിച്ചിരുത്തി. മേരുപർവ്വതത്തിൽ കുതിച്ചുയർന്ന പ്രഭാത സൂര്യനെ പോലെ രാമചന്ദ്രൻ പ്രകാശം പൊഴിച്ചു. ചെറുപ്രായത്തിൽ കണ്ണാടിയിൽ പ്രതിഫലിച്ചു കാണുന്ന രൂപം പോലെ ദശരഥൻ പ്രിയപുത്രനെ മതിവരാതെ നോക്കി നിന്നു. എന്നിട്ടിങ്ങനെ പറഞ്ഞു: എൻ്റെ ഭാര്യമാരിൽ മൂത്തവളായ കൗസല്യാദേവിയുടെ സീമന്തപുത്രനാണ് രാമൻ. നിന്റെ ഗുണങ്ങൾ കൊണ്ട് ഈ നാട്ടുകാരെല്ലാം നിന്നെ ആരാധിക്കുന്നു. അതിനാൽ ഈ പൂയം നാളിൽ തന്നെ നീ യുവരാജാവായി വാഴണം. ഉണ്ണി, നീ എല്ലാ തരത്തിലും മന്ത്രിമാരെയും ജനങ്ങളെയും സന്തോഷിപ്പിക്കണം. ആയുധപ്പുരയും പത്തായവും ഈടുവെപ്പും ഉണ്ടാക്കി രാജ്യം സംരക്ഷിക്കണം. ഇത് കേട്ടതും രാമചന്ദ്രൻ്റെ കൂട്ടുകാർ കൗസല്യാദേവിയുടെ അടുത്തേക്ക് വന്നു. കൗസല്യാദേവിയുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. ദേവി ആ സന്തോഷ വർത്തമാനവുമായി എത്തിയവർക്ക് കൈനിറയെ സമ്മാനങ്ങൾ നൽകി. പിതാവിനെ വന്ദിച്ച് രാമചന്ദ്രൻ സ്വന്തം അരമനയിലേക്ക് യാത്രയായി. ജനങ്ങൾ ആർപ്പുവിളികളോടെ രാമനെ എതിരേറ്റു. ജനങ്ങളെല്ലാം പിരിഞ്ഞപ്പോൾ ദശരഥ മഹാരാജാവ് പൂയം നക്ഷത്രമായ അടുത്ത ദിവസം രാമചന്ദ്രനെ യുവരാജാവായി അഭിഷേകം ചെയ്യണമെന്നും മന്ത്രിമാരോട് പറഞ്ഞു. അതിനുശേഷം മഹാരാജാവ് അന്തഃപുരത്തിലേക്ക് മടങ്ങി. വിശ്രമിക്കാനായി അരമനയിലെത്തിയതാണെങ്കിലും പെട്ടെന്ന് എന്തോ ആലോചിച്ചതുപോലെ രാമനെ തൻ്റെ അടുത്തേക്ക് വിളിപ്പിക്കാൻ ദശരഥൻ കൽപ്പിച്ചു. ഉത്തരക്ഷണത്തിൽ കുമാരൻ കൊട്ടാരത്തിൽ എത്തുകയും ചെയ്തു. ദൂരത്തു നിന്നു തന്നെ പിതാവിനെ നമസ്കരിച്ച് രാമചന്ദ്രൻ അടുത്തേക്ക് ചെന്നു. മഹാരാജാവാകട്ടെ തൻ്റെ തൊട്ടടുത്ത ഇരിപ്പിടത്തിൽ തന്നെ രാമനെ ഇരുത്തി. രാമ, എനിക്ക് വയസ്സേറെയായി. ഏതാണ്ടെല്ലാ സുഖങ്ങളും അനുഭവിച്ചു കഴിഞ്ഞു. അനേകം യാഗങ്ങൾ നടത്തി. അതിൻ്റെ ഫലമായി നിന്നെ എനിക്ക് ലഭിച്ചു. നിനക്ക് വേണ്ട വിദ്യാഭ്യാസങ്ങളെല്ലാം ഞാൻ നൽകുകയും ചെയ്തു. ഇന്നു നീ ഏറ്റവും ഉത്തമനായ പുരുഷനാണ്.
ദേവന്മാർക്കും ഋഷിമാർക്കും ബ്രാഹ്മണർക്കും തുടങ്ങി എല്ലാ പേർക്കും നൽകേണ്ടതെല്ലാം ഞാൻ നൽകിക്കഴിഞ്ഞു. അതിൽ ഒരു കടം മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അത് നിന്നെ അഭിഷേകം ചെയ്യിക്കുക എന്നതാണ്. എൻ്റെ ഏതാജ്ഞയും നീ ശിരസാ വഹിക്കുമെന്ന് എനിക്കറിയാം. നിന്നെ യുവരാജാവാക്കാൻ ഞാൻ തീരുമാനിച്ചു. അത് എൻ്റെ മാത്രം അഭിപ്രായമല്ല, ഈ നാട്ടിലെ പ്രജകളുടെ ആഗ്രഹമാണ്. പക്ഷേ ഈയിടെ ഞാൻ ദുഃഖകരങ്ങളായ സ്വപ്നങ്ങൾ കാണുന്നു. സൂര്യൻ, ചൊവ്വ, രാഹു തുടങ്ങിയ ഗ്രഹങ്ങൾ എൻ്റെ നക്ഷത്രത്തെ സ്പർശിച്ചതായി ജ്യോത്സ്യൻ പറയുന്നു. ഇതെല്ലാം ഏതോ ഭയങ്കരമായ വിപത്ത് വരുവാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ്. മനുഷ്യൻ്റെ മനസ്സിനെ വിശ്വസിച്ചുകൂടാ. എൻ്റെ ഈ തീരുമാനം തന്നെ മാറിയെന്ന് വരാം. അതിനാൽ ഈ മനസ്ഥിതി മാറും മുമ്പ് അഭിഷേകം നടത്തിയിരിക്കണം. നാളെ പൂയം നക്ഷത്രമാണ്, ഏറ്റവും ശുഭമായ നക്ഷത്രം. അതുമാത്രമല്ല, എന്തുകൊണ്ടോ നാളെ തന്നെ അഭിഷേകം നടത്തണമെന്ന് എൻ്റെ മനസ്സു പറയുന്നു. ശാസ്ത്രങ്ങൾ അനുശാസിക്കുന്ന രീതിയിലുള്ള വ്രതചര്യകൾ ഇന്നു മുതലേ നോക്കി നടത്തണം. ഭാര്യയോടൊത്ത് ദർഭവിരിയിൽ ഇരുന്നാണ് ഉപാസന നടത്തേണ്ടത്. നിന്റെ സുഹൃത്തുക്കൾ ഇന്നു മുതൽ നിനക്ക് കാവൽ നിൽക്കട്ടെ. ഏത് മംഗളകർമ്മങ്ങൾക്കും തടസ്സങ്ങൾ ഉണ്ടാകാം. ഭരതൻ കേകേയത്തിലേക്ക് പോയപ്പോൾ മുതലേ നിന്റെ അഭിഷേകത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു. അവൻ ധർമ്മിഷ്ഠനാണ്. പക്ഷേ മനുഷ്യഹൃദയം ചഞ്ചലമാണ്. മനസ്സിന് മാറ്റം വന്നുകൂടായികയില്ല. എല്ലാം ശ്രദ്ധയോടെ രാമചന്ദ്രൻ ശ്രവിച്ചു. പിന്നീട് തിരിച്ച് കൗസല്യാദേവിയുടെ അരമനയിലേക്ക് പോയി. അഭിഷേക വാർത്ത അറിഞ്ഞ് സുമിത്രയോടും ലക്ഷ്മണനോടും ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് കൗസല്യാദേവി. അമ്മേ, പ്രജകളെ കാക്കുന്നതിന് അച്ഛൻ എന്നെ നിയോഗിച്ചിരിക്കുന്നു. അതനുസരിച്ച് നാളെ എന്നെ അഭിഷേകം ചെയ്യും. സീതയൊന്നിച്ച് ഇന്ന് രാത്രി ഉപവസിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് വേണ്ട എല്ലാ പ്രാർത്ഥനയും അമ്മ നടത്തണം. ദേവി മകനെ അനുഗ്രഹിച്ചു. തുടർന്ന് രാമൻ ലക്ഷ്മണനോട് ഇങ്ങനെ പറഞ്ഞു: അനുജ, എന്നോടൊത്ത് ഈ രാജ്യം പരിപാലിക്കേണ്ടത് നീയാണ്. എൻ്റെ ജീവൻ്റെ ഒരംശം നിന്നിലാണ്. എല്ലാ ഐശ്വര്യവും നിന്നിൽ തന്നെയാണ് കുടികൊള്ളുന്നത്. നിനക്ക് വേണ്ടിയാണ് ഞാൻ ജീവനെയും രാജ്യത്തെയും ആഗ്രഹിക്കുന്നത്. അതിനുശേഷം രാമൻ സീതാദേവിയോടൊപ്പം അരമനയിലേക്ക് മടങ്ങി. അടുത്ത ഭാഗം അഭിഷേക സന്നാഹം. രാമചന്ദ്രന് നിർദ്ദേശം നൽകിയ ശേഷം ദശരഥൻ ആചാര്യനായ വസിഷ്ഠനെ ആളയച്ചു വരുത്തി. വധുവോടൊപ്പം വ്രതത്തിലിരിക്കുന്ന രാമന് യശസ്, രാജ്യലാഭം എന്നിവ ലഭിക്കുന്നതിനുള്ള ഉപവാസ കർമ്മങ്ങൾ ബ്രഹ്മർഷി തന്നെ ചെയ്യിക്കണമെന്ന് മഹാരാജാവ് ഉണർത്തിച്ചു. രാജകൽപ്പന അനുസരിച്ച് വസിഷ്ഠൻ ശ്രീരാമൻ്റെ അരമനയിലേക്ക് ചെന്നു. ആചാര്യൻ വരുന്നു എന്ന വിവരമറിഞ്ഞ ശ്രീരാമൻ ഓടിച്ചെന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. ശിഷ്യനിൽ നിന്ന് പൂജാദികൾ സ്വീകരിച്ച് കർമ്മങ്ങളെല്ലാം തീർത്ത ശേഷം വസിഷ്ഠൻ മടങ്ങുകയും ചെയ്തു. രാമചന്ദ്രൻ്റെ അരമനയിൽ നിന്ന് മടങ്ങിയ വസിഷ്ഠൻ കണ്ടത് ആർത്തിരമ്പുന്ന മഹാസമുദ്രം പോലെ ആഹ്ലാദത്തിൽ നൃത്തം ചവിട്ടുന്ന അയോധ്യ നിവാസികളെയാണ്. ഓരോ വീടിൻ്റെയും മുന്നിൽ കൊടി നാട്ടിയിരിക്കുന്നു. നഗരം മുഴുവൻ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. മുഴുവൻ ജനങ്ങളും രാമാഭിഷേകം കാണാൻ കാത്തിരിക്കുന്നു. രാജപുരോഹിതന് അവർ വഴിയൊരുക്കി കൊടുത്തു. വസിഷ്ഠൻ നേരെ മഹാരാജാവിൻ്റെ മുമ്പിലെത്തി. കർമ്മങ്ങളെല്ലാം രാമൻ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നുണർത്തിച്ചു. അതോടെ സദസ്സ് പിരിയുകയും ചെയ്തു. മഹാരാജാവ് അന്തഃപുരത്തിലേക്ക് മടങ്ങി. വസിഷ്ഠൻ ഉപദേശിച്ചതുപോലെ രാമചന്ദ്രൻ കുളി കഴിഞ്ഞ് പത്നിയോടൊപ്പം ഉപവസിച്ചു. ഹോമാദി കർമ്മങ്ങൾ അനുഷ്ഠിച്ചു. മഹാവിഷ്ണുവിനെ ധ്യാനിച്ച് ദർഭശയ്യയിൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് മൗനവ്രതത്തോടെ സീതയും ഒന്നിച്ച് ശയിച്ചു. 7:30 വെളുപ്പിനെ ഉണർന്നെഴുന്നേറ്റു. പിന്നീട് മന്ത്രജപം തുടങ്ങി. വെള്ളപ്പട്ടുടുത്ത് പുറത്തേക്ക് വന്ന രാമചന്ദ്രനെ ബ്രാഹ്മണന്മാർ ആശീർവദിച്ചു. പെരുവഴികൾ, ദേവാലയങ്ങൾ, കൊത്തളങ്ങൾ ഇവയെല്ലാം ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു. ആട്ടക്കാരും
കൂത്തുകാരും ജനങ്ങൾക്ക് സന്തോഷം പകർന്നു. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് പോലും സംസാരിക്കാൻ ഒരു വിഷയമേ ഉണ്ടായിരുന്നുള്ളൂ: ശ്രീരാമ പട്ടാഭിഷേകം. രാജപാതകൾ പൂക്കൾ കൊണ്ട് മൂടി. അതിൻ്റെ സുഗന്ധം അന്തരീക്ഷം മുഴുവൻ നിറഞ്ഞു നിന്നു. ഒറ്റ രാത്രി കൊണ്ട് അയോധ്യ നഗരി അലങ്കാരങ്ങളാൽ ആകെ മാറ്റപ്പെട്ടു കഴിഞ്ഞു. അഭിഷേകവും ഉത്സവവും കാണുവാനായി ഗ്രാമീണരും അന്യരാജ്യക്കാരും അയോധ്യാപുരിയിലേക്ക് ഒഴുകിത്തുടങ്ങി. അഭിഷേക വിഘ്നം. കൈകേയിയുടെ പ്രിയപ്പെട്ട ദാസിമാരിൽ ചിലർ അയോധ്യവാസികളല്ല. മന്ദര അക്കൂട്ടത്തിൽപ്പെട്ടൊരാളാണ്. രാവിലെ മാളികയുടെ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ അയോധ്യ നഗരി മുഴുവൻ അലങ്കരിക്കപ്പെട്ടത് കണ്ട് അവർ അത്ഭുതപ്പെട്ടു. രാജപാതകളെല്ലാം പൂവിതറിയിരിക്കുന്നു. ചന്ദനനീര് പുരട്ടി നാട്ടുകാർ പ്രഭാത സ്നാനം നിർവഹിച്ചിരിക്കുന്നു. ബ്രാഹ്മണരുടെ കോലാഹലം ഒരു വശത്ത്, മറുവശത്ത് മന്ത്രങ്ങൾ ചൊല്ലുന്നതിൻ്റെ ശബ്ദം ഉയരുന്നു. എവിടെയും പാട്ടും കൂത്തും. വഴിവക്കിൽ പുതിയ ദീപസ്തംഭങ്ങൾ നാട്ടിയിരിക്കുന്നു. ഇവ കണ്ടിട്ട് മന്ദരയ്ക്ക് കാര്യം എന്തെന്ന് പിടികിട്ടിയില്ല. അടുത്തുനിന്ന ദാസിയോട് അവർ ചോദിച്ചു: രാമൻ്റെ അമ്മ കൗസല്യ മഹാപിശുക്കിയാണല്ലോ. അവരെന്താണ് പതിവില്ലാതെ വാരിക്കോരി ദാനം ചെയ്യുന്നത്? അവരെ ഇത്രയേറെ സന്തോഷിപ്പിക്കാൻ എന്ത് കാര്യമാണ് മഹാരാജാവ് ചെയ്തത്? മഹാരാജാവ് രാജകുമാരനെ യുവരാജാവായി വാഴിക്കാൻ പോവുകയാണ്. അത് കേട്ടതും മന്ദരയുടെ മുഖം കറുത്തു. പല ദുഷിച്ച ചിന്തകളും അവരിലുണ്ടായി. അവർ പെട്ടെന്ന് തന്നെ കൈകേയിയുടെ കൊട്ടാരത്തിലേക്ക് ഓടി. കൈകേയിയാകട്ടെ ഉണർന്നെഴുന്നേൽക്കുക പോലും ചെയ്തിട്ടില്ല. നല്ല ഉറക്കത്തിലായിരുന്ന കൈകേയിയെ മന്ദര വിളിച്ചുണർത്തി കോപത്തോടെ ഇങ്ങനെ പറഞ്ഞു: ഹേ മൂഢേ, ഒന്നും അറിയാതെ കിടന്നുറങ്ങുന്നു. നിന്റെ എല്ലാ സൗഭാഗ്യങ്ങളും ഇന്നോടെ തീരുകയാണ്. വേനൽക്കാല നദിയിലെ ഒഴുക്കുപോലെ നിന്റെ ഐശ്വര്യങ്ങൾ വറ്റിത്തുടങ്ങി. നിനക്ക് മഹാവിപത്താണ് വരാൻ പോകുന്നത്. തുടർന്ന് മന്ദര ഒറ്റ ശ്വാസത്തിൽ തന്നെ രാമാഭിഷേക വാർത്ത അറിയിച്ചു. മാത്രമല്ല കൈകേയിയുടെ പിടിപ്പുകേടിനെക്കുറിച്ചും ഓർമ്മിപ്പിച്ചു. എന്നാൽ ഇതൊന്നും കൈകേയിക്ക് ദുഃഖകരമായി തോന്നിയില്ല. ദേഷ്യം കൊണ്ട് മന്ദര അതും വിളിച്ചു പറഞ്ഞു: ദേവിയുടെ ആഗ്രഹം മാത്രം എവിടെയും നടക്കണമെന്ന് ഞാൻ ഇതുവരെ മോഹിച്ചത്. ദേവിയുടെ ഐശ്വര്യലബ്ധിയിൽ എനിക്ക് താൽപ്പര്യമുണ്ട്. മഹാരാജാവിൻ്റെ ഇഷ്ടപത്നിയാണ് ദേവിയെങ്കിലും രാജധർമ്മത്തിൻ്റെ അർത്ഥം ദേവിക്ക് ഇനിയും അറിഞ്ഞുകൂടാ. ദശരഥ മഹാരാജാവിൻ്റെ ധാർമ്മിക വർത്തമാനം മുഴുവൻ വെറും പൊള്ളയായ വാക്കുകൾ മാത്രമാണ്. പ്രേമത്തോടെ പല കാര്യങ്ങളും ദേവിയോട് പറയും. പക്ഷെ ഗുണങ്ങളെല്ലാം കൗസല്യയ്ക്ക് കൊടുക്കും. ഇല്ലെങ്കിൽ ഭരതനെ നാട്ടിൽ നിന്ന് പറഞ്ഞയച്ചിട്ട് രാമനെ യുവരാജാവായി വാഴിക്കാൻ ഒരുങ്ങുമോ? രാമൻ രാജാവാകുമ്പോൾ ദേവിയുടെ സ്ഥിതി എന്താകും? പിന്നെ ഭരതൻ്റെ കാര്യം പറയാനുണ്ടോ? മന്ദര ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ അതൊന്നും കൈകേയി ചെവിക്കൊണ്ടില്ല. രാമനെ യുവരാജാവാക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ രാമനും ഭരതനും തമ്മിൽ എനിക്കെന്ത് വ്യത്യാസം? മാത്രമല്ല രാമാഭിഷേക വാർത്തയുമായി വന്ന മന്ദരയ്ക്ക് തൻ്റെ ഒരാഭരണം സമ്മാനമായി നൽകുകയും ചെയ്തു. എനിക്ക് ഏറ്റവും പ്രിയമുള്ള വർത്തമാനം അറിയിച്ച നിനക്ക് ഇനിയും ഞാൻ എന്താണ് നൽകേണ്ടത്? രാമനെ രാജാവാക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. മാത്രമല്ല സ്വന്തം അമ്മയേക്കാൾ രാമൻ എന്നെയാണ് ഭക്തിയോടെ ശുശ്രൂഷിക്കുന്നത്. ഈ അഭിപ്രായ പ്രകടനം മന്ദരയെ കൂടുതൽ കോപിഷ്ഠയാക്കി. അതോടൊപ്പം ദുഃഖിതയും. കഷ്ടം! എന്ത് ആപത്താണ് ദേവിക്ക് വരുന്നതെന്ന് ദേവി അറിയുന്നില്ല. ഏറ്റവും ദുഃഖിക്കേണ്ട നീ ഇപ്പോൾ സന്തോഷിക്കുന്നു. രാമൻ രാജാവായാൽ ദേവിക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാവുക? രാമൻ രാജാവാകുന്നതോടെ കൗസല്യ ആയിരിക്കും രാജമാതാവ്. കൗസല്യയുടെ ദാസിയാകാനാണ് ഇനി ദേവിക്ക് വിധി. പക്ഷെ ഈ വാക്കുകൾക്കും കൈകേയിയുടെ തീരുമാനത്തെ ഇളക്കാൻ കഴിഞ്ഞില്ല. മൂത്ത പുത്രനായ രാമൻ തന്നെയാണ്
രാജ്യത്തിനർഹത എന്നവർ പറഞ്ഞു. ധർമ്മജ്ഞനും നീതിമാനും ആയ അവൻ മറ്റാരേക്കാളും രാജ്യത്തിനർഹനാണ്. നീ രാമനെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. തൻ്റെ ഉദ്ദേശം ഫലിക്കുന്നില്ലെന്ന് മനസ്സിലാക്കിയ മന്ദര ചുവട് മാറ്റി ചവിട്ടി. രാമൻ രാജാവായാൽ അവൻ്റെ പുത്രനാവും അടുത്ത രാജാവ്. മാത്രമല്ല, ഭരതൻ്റെ സ്ഥിതി കഷ്ടത്തിലാവുകയും ചെയ്യും. ചിലപ്പോൾ വധിക്കപ്പെടാനും മതി. കൗസല്യ രാജമാതാവായാലത്തെ സ്ഥിതി പറയാനുണ്ടോ? അവർ നിന്നോട് പകരം വീട്ടുകയും ചെയ്യും. രാമൻ ലക്ഷ്മണനെ രക്ഷിക്കും. ഇരുവരുടെയും സ്നേഹം പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. എന്നാൽ ഭരതൻ്റെ സ്ഥിതി അതല്ല. ഭരതനെ കാട്ടിലേക്ക് അയക്കുന്നതായിരിക്കും ഉത്തമം. ഇല്ലെങ്കിൽ അവൻ്റെ ജീവൻ തന്നെ അപകടത്തിലാവും. ഈ ഉപദേശം കുറിക്ക് തന്നെ കൊണ്ടു. കൈകേയിയുടെ ഹൃദയം കലങ്ങി മറിഞ്ഞു. കണ്ണുകൾ കോപം കൊണ്ട് കലങ്ങി. നെടുവീർപ്പുകൾ ഉയർന്നു. മന്ദരേ, രാമനെ ഞാൻ കാട്ടിലയപ്പിക്കും. ഭരതനെ യുവരാജാവാക്കുകയും ചെയ്യും. പക്ഷേ അതിനുള്ള ഉപായം ബുദ്ധിമതിയായ നീ തന്നെ കണ്ടുപിടിക്കണം. കുടിലയായ മന്ദരയ്ക്ക് പെട്ടെന്ന് തന്നെ ഒരു ഉത്തരം നൽകുവാൻ കഴിഞ്ഞു. പണ്ട് ദേവാസുര യുദ്ധത്തിൽ ദശരഥ മഹാരാജാവ് പോയിരുന്നല്ലോ. അന്ന് കൂടെ ദേവിയും ഉണ്ടായിരുന്നു. സംബരൻ എന്ന അസുരനുമായി നടന്ന യുദ്ധത്തിൽ അനേകം പേർക്ക് പരിക്കുപറ്റി. രാത്രിയിൽ രാക്ഷസർ അവശരായവരെ നിഷ്കരുണം വധിച്ചു തുടങ്ങി. അത് കണ്ട മഹാരാജാവ് രാക്ഷസന്മാരുമായി ഏറ്റുമുട്ടി. അസുരൻ്റെ ആയുധത്തിൽ മുറിപ്പെട്ട് ദശരഥൻ തേരിൽ വീണു. അപ്പോൾ പ്രാണനാഥനെ യുദ്ധക്കളത്തിൽ നിന്ന് പിന്മാറ്റി രക്ഷിച്ചത് ദേവിയല്ലേ? അതിൽ സന്തോഷവാനായ രാജാവ് ദേവിക്ക് 2 വരങ്ങൾ തന്നത് ഓർമ്മയില്ലേ? ആ വരങ്ങൾ ഇപ്പോൾ വേണ്ടെന്നും പിന്നീട് ആവശ്യമുള്ളപ്പോൾ ചോദിച്ചു കൊള്ളാമെന്നും ദേവി പറഞ്ഞു. ആ വരങ്ങൾ 2ഉം ആവശ്യപ്പെടേണ്ട അവസരം ഇതുതന്നെയാണ്. രാമൻ 14 സംവത്സരം വനത്തിൽ താമസിക്കണമെന്നും ഭരതകുമാരനെ അഭിഷേകം നടത്തണമെന്നും ആവശ്യപ്പെടുക. രാമൻ 14 വർഷം രാജ്യം വിട്ട് കാട്ടിൽ താമസിക്കുമ്പോൾ ജനങ്ങൾക്ക് പ്രിയങ്കരനായ ഒരു രാജാവായി മാറാൻ ഭരതന് കഴിയും. പിന്നെ രാമൻ മടങ്ങി വന്നാലും കുഴപ്പമുണ്ടാവുകയില്ല. അല്പം പോലും മടിക്കാതെ ദേവി ഇപ്പോൾ തന്നെ മഹാരാജാവിനോട് ഈ വരങ്ങൾ ചോദിക്കണം. കോപം നടിച്ച് കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളും ധരിച്ച് വെറും നിലത്ത് കിടക്കണം. മഹാരാജാവ് എന്ത് തന്നെ പറഞ്ഞാലും അതിലൊന്നും വീണുപോകരുത്. ദേവി പിണങ്ങി നിന്നു കഴിഞ്ഞാൽ നേരിട്ടൊന്ന് നോക്കുവാനുള്ള ശക്തി പോലും മഹാരാജാവിനില്ല. സുന്ദരിയായ സ്ത്രീക്ക് എത്ര ശക്തിയുണ്ടെന്ന് നീ ആദ്യം മനസ്സിലാക്കൂ. മന്ദരയുടെ ആത്മാർത്ഥതയിൽ സന്തുഷ്ടയായ കൈകേയി അവർക്ക് ധാരാളം സമ്മാനങ്ങൾ നൽകി. കൈകേയി വരപ്രാർത്ഥന. അടുത്ത ഭാഗം. കൂനിയായ മന്ദരയുടെ വാക്കുകളാൽ ചീത്തവഴിയിലേക്ക് എറിയപ്പെട്ട കൈകേയി മലിനവസ്ത്രങ്ങൾ ധരിച്ച് വെറും നിലത്ത് കിടന്നു. തലമുടി അഴിഞ്ഞ് നിലത്തേക്ക് കിടന്നിരുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ ദുഃഖിതയും കോപിഷ്ഠയുമാണ് കൈകേയി എന്ന് തോന്നിച്ചു. അഭിഷേകത്തിന് കൽപ്പന നൽകിയ ശേഷം ദശരഥൻ നേരെ പോയത് കൈകേയിയുടെ അന്തഃപുരത്തിലേക്കാണ്. തത്ത, മയിൽ തുടങ്ങിയ പക്ഷികൾ വിഹരിക്കുന്ന ഉദ്യാനവും കടന്ന് ദശരഥൻ അന്തഃപുരത്തിലേക്ക് കടന്നു. ആനക്കൊമ്പും സ്വർണവും കൊണ്ട് നിർമ്മിച്ച ഇരിപ്പിടങ്ങൾ, സ്വാദിഷ്ടമായ അനേകം ഭക്ഷണ സാധനങ്ങൾ, അമൂല്യങ്ങളായ അലങ്കാര വസ്തുക്കൾ, ഇങ്ങനെ ഐശ്വര്യപൂർണമായ ആ അന്തഃപുരത്തിലേക്ക് മഹാരാജാവ് എഴുന്നള്ളി. എന്നാൽ ശൂന്യമായ കിടക്ക കണ്ട് അദ്ദേഹം ചുറ്റും നോക്കി. എപ്പോഴും കാത്തുനിന്ന് തന്നെ സ്വീകരിക്കുന്ന പ്രിയപത്നി എവിടെ പോയി? എപ്പോഴാണ് ദേവി കോപത്തോടെ നിലത്ത് ശയിക്കുകയാണെന്ന് ഒരു ദാസി മഹാരാജാവിനെ അറിയിച്ചത്. ഉടൻ തന്നെ രാജാവ് കൈകേയിയുടെ അടുത്തെത്തി തൻ്റെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന പ്രിയപത്നി മുറിച്ചിട്ട വള്ളി പോലെ നിലത്ത് കിടക്കുന്നത് കണ്ട്
കൂടുതൽ ദുഃഖിതനായ അദ്ദേഹം കൈകേയിയെ തഴുകി തലോടി ആശ്വസിപ്പിച്ചു. പ്രിയേ, നിനക്ക് കോപമുണ്ടാക്കുന്ന തരത്തിൽ യാതൊന്നും തന്നെ ഞാൻ പ്രവർത്തിച്ചിട്ടില്ല. ആരാണ് ദേവിയെ അപമാനിച്ചത്? വെറും നിലത്ത് കിടക്കുവാൻ എന്താണ് കാരണം? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. രോഗം എന്താണെന്ന് പറയൂ. ഇപ്പോൾ തന്നെ അത് മാറ്റാൻ കഴിവുള്ള വൈദ്യന്മാർ ഇവിടെയുണ്ട്. കരഞ്ഞ് ദേഹം ക്ഷീണിപ്പിക്കരുത്. ആരെയാണ് നിഗ്രഹിക്കേണ്ടത്? അല്ലെങ്കിൽ ആരെയാണ് കോടീശ്വരനാക്കേണ്ടത്? ദേവിയുടെ ഏതാഗ്രഹവും ഞാൻ സാധിച്ചു തരാം. എൻ്റെ തേരിന് എത്താൻ കഴിയുന്ന ഭൂവിഭാഗം മുഴുവൻ ഇന്ന് അധീനത്തിലാണ്. ഈ രാജ്യങ്ങളിലുള്ള ഏത് ധനവും നിനക്കു ഞാൻ നൽകാൻ തയ്യാറാണ്. എന്താണെങ്കിലും മടിക്കാതെ എന്നോട് ആവശ്യപ്പെടൂ. ഞാൻ അത് നിറവേറ്റിത്തരാം. എങ്ങനെയും ദശരഥനെ തൻ്റെ ആഗ്രഹങ്ങൾ നിർവഹിക്കാൻ വിനിയോഗിക്കണമെന്ന് ഉറച്ചുകൊണ്ട് കൈകേയി ഇങ്ങനെ പറഞ്ഞു. ദേവാ, എനിക്ക് ചികിത്സിച്ചാൽ ഭേദമാകുന്ന രോഗങ്ങൾ ഒന്നുമില്ല. എന്നെ ആരും വേദനിപ്പിച്ചുമില്ല. പക്ഷെ ഒരാഗ്രഹമുണ്ട്. അത് സാധിച്ചു തരാൻ അങ്ങയ്ക്ക് മാത്രമേ കഴിയൂ. എൻ്റെ ആഗ്രഹം സാധിച്ചു തരാമെന്ന് സത്യം ചെയ്യുകയാണെങ്കിൽ ഞാൻ അക്കാര്യം തുറന്നു പറയാം. കൈകേയിയുടെ ആഗ്രഹം സാധിച്ചു നൽകാമെന്ന് മഹാരാജാവ് രാമൻ്റെ നാമത്തിൽ സത്യം ചെയ്തു. തൻ്റെ ആഗ്രഹത്തിന് അനുകൂലമായ രീതിയിലുള്ള രാജാവിൻ്റെ വാക്കുകൾ കേട്ട് കൈകേയി ഹർഷപുളകിതയായി. അങ്ങ് ഇപ്പോൾ സത്യം ചെയ്തു. അങ്ങ് ധർമ്മിഷ്ഠനും സത്യസന്ധനുമാണ്. സത്യം പാലിച്ചേ പറ്റൂ. അതുമല്ല, അതിന് 33 കോടി ദേവന്മാരും സാക്ഷികളാണ്. പണ്ട് ദേവാസുര യുദ്ധത്തിൽ മുറിവേറ്റു വീണപ്പോൾ അങ്ങയെ ഞാൻ രക്ഷിച്ചു. അതിൽ സന്തോഷവാനായ ആര്യപുത്രൻ എനിക്ക് 2 വരങ്ങൾ നൽകിയിരുന്നു. അങ്ങ് അത് മറക്കാൻ ഇടയില്ലല്ലോ. അന്നു ഞാൻ വരങ്ങൾ ആവശ്യപ്പെട്ടില്ല. ആവശ്യം വരുമ്പോൾ ചോദിച്ചു കൊള്ളാം എന്ന് പറയുക മാത്രമേ ചെയ്തുള്ളൂ. ഇന്നെനിക്ക് ആ വരങ്ങൾ ആവശ്യപ്പെടേണ്ടി വന്നിരിക്കുന്നു. അവ നൽകിയില്ലെങ്കിൽ പിന്നെ ഞാൻ ഒരു നിമിഷം ജീവിച്ചിരിക്കുകയില്ല. ഇത്രയും ആയപ്പോഴേക്കും ദശരഥൻ്റെ മനസ്സലിഞ്ഞു. തന്നെ കാത്തിരിക്കുന്ന വിപത്ത് എന്താണെന്ന് ആ സാധു മനസ്സിലാക്കിയതുമില്ല. കൈകേയി ആ 2 വരങ്ങൾ ആവശ്യപ്പെട്ടു. ദേവാ, രാമനെ യുവരാജാവാക്കുവാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരികയാണ്. എന്നാൽ അത് പൂർത്തിയാകുന്നതോടെ അതേ വേദിയിൽ വെച്ച് എൻ്റെ ഭരതനെ അഭിഷേകം ചെയ്യണം. മാൻതോൽ, മരവുരി, ജട എന്നിവ ധരിച്ച് 14 സംവത്സരം രാമൻ വനത്തിൽ തപസ്വിയായി കഴിയണം. ഈ നാട് ഭരതൻ ഭരിക്കണം. മാത്രമല്ല, രാമൻ വനത്തിലേക്ക് ഇപ്പോൾ തന്നെ പോകുകയും ചെയ്യണം. രാജധർമ്മമനുസരിച്ച് എന്നോട് ചെയ്ത സത്യം അതേപടി അങ്ങ് നിർവഹിക്കണം. ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഭാഗം ദശരഥ ശോകം എന്ന ഭാഗമാണ് വായിക്കാനുള്ളത്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.